സുപ്രിയ മേനോനെ കുറിച്ച് പറയാൻ 100 നാവാണ് നടൻ പൃഥ്വിരാജിന്. നടന് മാത്രമല്ല അദ്ദേഹത്തിന്റെ അമ്മ മല്ലിക സുകുമാരനും തന്റെ മരുമകളെ കുറിച്ച് പറയാൻ ഏറെയുണ്ട്. നടന്റെ ഭാര്യ എന്നതിലുപരി നിർമ്മാതാവും മുൻ BBC മാധ്യമപ്രവർത്തകയുമാണ് സുപ്രിയ മേനോൻ. പ്രണയവും വിവാഹവും എല്ലാം അതീവ രഹസ്യമായിട്ടാണ് നടന്നത്. വർഷങ്ങൾക്ക് മുൻപേ ഇതേക്കുറിച്ച് പറഞ്ഞ താരത്തിന്റെ വാക്കുകൾ ഒപ്പം ജീവിതത്തിൽ സുപ്രിയ ചെലുത്തിയ സ്വാധീനമൊക്കെയാണ് താരം തുറന്നു പറയുന്നത്. പ്രണയവിവാഹമായിരുന്നുവെങ്കിലും പൃഥ്വിയുടെ ആരാധികമാർക്ക് അത് ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ല. ഇതിനെക്കുറിച്ച് ഒരിക്കൽ സുപ്രിയ സംസാരിച്ചിരുന്നു. ഞാൻ പ്രണയിച്ച കുട്ടിയല്ലെങ്കിൽ ഇപ്പോൾ എന്റെ ഭാര്യ ആയവൾ ഞാൻ ഇപ്പോഴും പ്രണയിക്കുകയാണ്. ആളൊരു മാധ്യമപ്രവർത്തകയായിരുന്നു. കേരളത്തിലൊക്കെ വന്നിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു. സുപ്രിയയുടെ മുഖം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ ഇങ്ങനെ വർക്ക് കരിയറിൽ ശ്രദ്ധിക്കപ്പെടാനാകുമായിരുന്നില്ല. എവിടെയെങ്കിലും പോകുമ്പോൾ പൃഥ്വിയുടെ കാര്യങ്ങളാകും പിന്നെ സുപ്രിയയോട് തിരക്കുക. അതൊന്നും ആഗ്രഹിക്കാത്ത ആളായിരുന്നു സുപ്രിയ. സുപ്രിയയുടെ പ്രൊഫഷനെ മാനിച്ചുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ചൊന്നും ആദ്യം സംസാരിക്കാതെ ഇരുന്നത്. 4 വർഷം സൗഹൃദമായിരുന്നു. NDTVയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ ആദ്യമായി പരിചയപ്പെടുന്നത്. ആ പരിചയം സൗഹൃദമായി പ്രണയമായി മാറി. എന്റെ നല്ലൊരു സുഹൃത്തായിരിക്കും എന്റെ ഭാര്യ എന്ന് ഞാൻ നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. വീട്ടിലൊരിക്കലും സിനിമ സംസാരിക്കുമായിരുന്നില്ല. അച്ഛനും അമ്മയും ചേട്ടനും കുടുംബവും എല്ലാവരും ഒരുമിച്ചുണ്ടാവുന്നത് കുറവാകും. പക്ഷെ അപ്പോൾ മനോഹരമായ എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാകും. ഒരിക്കലും സിനിമയെക്കുറിച്ചാകില്ല നമ്മുടെ ചർച്ച. പൃഥ്വിയുടെ വീഡിയോയാണ് ഇപ്പോൾ വൈറലാകുന്നത്. അതേസമയം ഭാര്യ എന്ന നിലയിൽ തന്റെ ജീവിതത്തിൽ സുപ്രിയ ചെലുത്തുന്ന സ്വാധീനം കൂടി ഒരിക്കൽ പൃഥ്വിരാജ് പറഞ്ഞിരുന്നു. അവൾ ഇല്ലായിരുന്നുവെങ്കിൽ കടത്തിലായനെ എന്നാണ് ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പൃഥ്വി പറഞ്ഞത്. സുപ്രിയ ഉള്ളതുകൊണ്ട് കാര്യങ്ങളൊക്കെ സ്മൂത്തായി പോകുന്നു. പ്രൊഡക്ഷൻ ഹൗസിന്റെ ജീവനും ആത്മാവും എല്ലാം സുപ്രിയയാണ്. അവൾ ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ പൃഥ്വിരാജ് പ്രൊഡക്ഷൻ ബാങ്കിന്റെ കടക്കെണിയിൽ ഇരിക്കുമായിരുന്നു. പക്ഷേ അവൾ ഉള്ളതുകൊണ്ട് ഇപ്പോൾ നല്ല രീതിയിലാണ് പോകുന്നതെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്.